നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകി കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഖത്തറും എയർ ബബിൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ കൂടുതൽ ഇന്ത്യക്കാർ ഖത്തറിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. മലയാളികളടക്കം നിരവധി പേർ ഇതിനോടകം തന്നെ തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. നിരവധി പേർ നാട്ടിൽ കുടുങ്ങിയ കുടുംബങ്ങളെ ഇതിനോടകം തിരിച്ചെത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ സെപ്റ്റംബർ 1 മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുവെന്നതിനാൽ ഇത് മുൻകൂട്ടി കണ്ടും ആളുകൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ്-19 തുടർന്ന് കേരളത്തിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് തിരികെ ദോഹയിലെത്താൻ സാമൂഹിക സംഘടനകളുടെ ചാർട്ടർ വിമാനങ്ങളും തുണയാകുന്നുമുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ദോഹയിലേക്കുള്ള വിമാനം KMCCയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ആഴ്ച ചാർട്ടർ ചെയ്തിരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനത്തിൽ സീറ്റുകൾ തരപ്പെടുത്തി നൽകാനും KMCC തുണയായിരിക്കുകയാണ്. 80 യാത്രക്കാർക്കാണ് ഇത്തരത്തിൽ സീറ്റുകൾ തരപ്പെടുത്തി നൽകിയത്. കൂത്തുപറമ്പ് മണ്ഡലം KMCC ഏർപ്പെടുത്തിയ ചാർട്ടേഡ് വിമാനത്തിൽ 110 യാത്രക്കാർക്ക് ദോഹയിൽ എത്തിച്ചേരാനായി. അതോടൊപ്പം തന്നെ യാത്രയ്ക്ക് മുമ്പ് യാത്രക്കാർക്കായി കോവിഡ്-19 സ്പെഷ്യൽ ടെസ്റ്റ് ക്യാമ്പുകളും സർട്ടിഫിക്കേഷൻ പരിപാടികളും KMCCയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഖത്തറും ഇന്ത്യയും ഇരു രാജ്യങ്ങളിലേക്കും പ്രത്യേക വിമാന സർവീസുകൾ നടത്താനുള്ള എയർ ബബിൾ കരാറിന്റെ കാലാവധി ഒക്ടോബർ 31 വരെ നീട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. ഈ തീരുമാനവും നാട്ടിൽ കുടുങ്ങിയവർക്ക് ഏറെ ആശ്വാസമായി തീർന്നിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിയിൽ ഇന്ത്യക്കാർക്ക് ഖത്തറിലേക്ക് യാത്ര ചെയ്യാൻ വഴിയൊരുക്കിയ എയർ ബബിൾ കരാർ ഓഗസ്റ്റ് 18-നാണ് പ്രാബല്യത്തിൽ വന്നത്. ഓഗസ്റ്റ് 31 വരെയുള്ള കരാറാണ് ഇപ്പോൾ ഒക്ടോബർ 31 വരെ നീട്ടിയിരിക്കുന്നത്. ആകെയുള്ള മൊത്തം സീറ്റുകൾ ഇന്ത്യൻ കമ്പനികളും ഖത്തർ എയർവേസും പങ്കുവച്ചാണ് സർവീസ് നടത്തി വരുന്നത്. ഖത്തർ വിസയുള്ള ഏത് ഇന്ത്യക്കാരനും ഖത്തറിലേക്ക് മടങ്ങിയെത്താവുന്നതാണ്. എന്നാൽ ഖത്തറിലേക്ക് മാത്രമുള്ളവരാകണം യാത്രക്കാർ. ഓഗസ്റ്റ് 1 മുതൽ ID കാലാവധി കഴിഞ്ഞ് ഇന്ത്യക്കാർ റീ എൻട്രി പെർമിറ്റ് എടുത്ത് ഖത്തറിലേക്ക് മടങ്ങിയെത്തുന്നുമുണ്ട്. https://portal.www.gov.qaportal/qsports/home എന്ന ഖത്തർ പോർട്ടൽ വഴിയാണ് പെർമിറ്റിന് അപേക്ഷ നൽകേണ്ടത്. വിസ കാലാവധി കഴിഞ്ഞവർക്കുള്ള ഫീസ് ഖത്തർ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ID കാലാവധി കഴിഞ്ഞ ഇന്ത്യക്കാർക്കടക്കം റീ എൻട്രി പെർമിറ്റ് എടുത്ത് ഖത്തറിലേക്ക് മടങ്ങാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ഇന്ത്യ ഓഗസ്റ്റ് 31 വരെ നീട്ടിയതോടെ ഇന്ത്യക്കാരുടെ മടക്കം അനിശ്ചിതത്വത്തിലായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക കരാർ ഉണ്ടാക്കണമെന്ന് ശക്തമായ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. എയർ ബബിൾ കരാർ നിലവിൽ വന്നതോടെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസമായിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.